അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദഹു വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. തിരുസത്തോ സഹോദരന്മാരെ, സോഷ്യൽ മീഡിയയില് ചില മൊയിലാക്കന്മാരെ വീഡിയോ നോക്കുകയിച്ച് എന്തിനെത്തിക്കറ് ചിലർ ചെന്നെങ്കില് സലഫിറങ്ങ എന്ത് ചെന്നിട്ടെങ്കിലും എത്ര ആയത്ത് ഓതിയെങ്കിലും എത്ര ഹദീസ് ചെന്നെങ്കിലും ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിന എല്ലാ വർഷത്തെ കാട്ടി ഈ വർഷ ഉഷാറായിട്ട് ജൽസില് ഞങ്ങാക്കി തീർക്കറാ. ഈ വർഷத்துக்கு ഒരു പ്രത്യേകത കൂടെ അങ്ങ് ചെല്ലറ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ 1500ാമത്തെ ജന്മദിനമായി തിക്കറ്. എന്തും കൊറടിയാവില്ല. വർഷ കൂടുമ്പത്തുകു ഇത് ಯಾರ ആയോണ്ടു സലഫിറങ്ങ ചെല്ലുള്ളതായ ദൗത്യം മാത്രമായി തിക്കറ് ഏറ്റെടുത്തത്. അത് ഖിയാമത്ത് നാളത്തോളം ഇൻഷാ അല്ലാഹ് അത് ചെന്നോണ്ടിരിക്കാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നർ ഖിയാമത്ത് നാളരെ അലാമത്തായി തിന്മ അധികരിക്കും, നന്മ കൊറടിയാവും. അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്ന വിശേഷിക്കുക. 1500ാമത്തെ ജന്മദിന ആഘോഷിക്കുന്നതായ ആൾമാരൊട്ടിಗೆ വിനയത്തിര ഭാഷയിൽ കേൾക്കുള്ളതായ പ്രശ്നം എന്തിനാ ചെന്നിട്ടെങ്കിൽ, ഒന്നാമത്തെ ജന്മദിന ആഘോഷിച്ചതായ സ്വഹാബിയാർ, രണ്ടാമത്തെ ജന്മദിന ആഘോഷിച്ചതായ സ്വഹാബിയാർ, മൂന്നാമത്തത് ആരാഴ്ചക്കർ ആഘോഷിച്ചത് 1500 കാട്ടി ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ ജന്മദിനം ആഘോഷിച്ചതാർ? ഏത് സ്വഹാബത്തെ തിക്കറ്, ഏത് സ്വഹാബി വനിതയെ തിക്കറ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ പെഞ്ഞായിമാർ ഉമ്മഹത്തുൽ മുഅ്മിനീൻ ആരായി തിക്കറാർ ആഘോഷിച്ചത്? താബീങ്ങ, സബഉ താബീങ്ങ, 3 ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച് മരിച്ചിട്ട് പോയ ആൾമാർ ആരായി തിക്കറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജന്മദിനം ആഘോഷിച്ചത്? ഇതല്ല ചിന്തിക്കാനായിട്ടുള്ളത്. ഇനി നിങ്ങൾ നോക്കൂ, മദ്ഹബിലെ 4 ഇമാമിങ്ങ. ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാഹ് ഹിജ്റ 80 ജനിക്കറ്, ഹിജ്റ 150 മരിക്കറ്. അതേപോലെ ഇമാം മാലിക് റഹ്മഹുല്ലാഹ് മദീനത്ത് ചെമ്മ വർഷ ദർസ് നടത്തിയതായ വലിയ പണ്ഡിതനെ സിക്കർ. ഹിജ്റ 93 ജനിക്കറ്, ഹിജ്റ 179 മരിക്കറ്. അതേപോലെ ഇമാം ഷാഫിഈ റഹ്മഹുല്ലാഹ് മുഹമ്മദ് ഇബ്നു ഇദ്രീസ് അശ്ശാഫി റഹ്മഹുല്ലാഹ് ഹിജ്റ 150 ജനിക്കറ്, ഹിജ്റ 204 മരണപ്പെട്ടു. അതേപോലെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മഹുല്ലാഹ് ഹിജ്റ 164 ജനിക്കറ്, ഹിജ്റ 241 മരിക്കറ്. ഇങ്ങളെ ജീവിതകാലത്തിൽ ഓർക്കെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ജന്മദിനം ആഘോഷിച്ചതാ? അത് ആഘോഷിക്കുകയായിട്ട് ചെന്നത് ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ കാണാൻ സാധ്യമുണ്ട്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ മുവത്ത ഉണ്ട്. ആദ്യമായി തെരഞ്ഞതായ ഹദീസ് ഗ്രന്ഥിക്കർ ഒരു ഹദീസ് കാട്ടുക സാധ്യമുണ്ട്? നാളിൽ ഏതെങ്കിലും ഒരു മദ്ഹബ് സ്വീകരിച്ചില്ലെങ്കിൽ അവന് മുബ്തദിയായി തിക്കറ, സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തുപോയവനായി തിക്കറ ചെന്ന് അവകാശപ്പെട്ടതായ ആൾമാർ ഈ 4 മദ്ഹബിലെ ഇമാമിങ്ങളിൽ നിന്ന് ആരായി തിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ജന്മദിനം ആഘോഷിച്ചത്? ആരായി തിക്കർ? ഞങ്ങൾ കിതാബിൽ എഴുതി വെച്ചിരാറ്. ഇനി നിങ്ങൾ നോക്കൂ, സിയാഉ സിത്തര ഹദീസര ഗ്രന്ഥ
ഇമാം ബുഖാരി റഹ്മഹുല്ലാ ഹിജ്റ 194 ജനിക്കറ്, ഹിജ്റ 256 മരിക്കറ്. ഇമാം ബുഖാരി റഹ്മഹുല്ലരെ സഹീഹുൽ ബുഖാരി, ഈ സഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് മീലാദുൻ നബിക്ക് പ്രൂഫായിട്ട് കാട്ടൊക്കെ സാധ്യമുണ്ട്. അതേപോലെ ഇമാം മുസ്ലിം റഹ്മഹുല്ലാ ഹിജ്റ 202 ജനിക്കറ്, ഹിജ്റ 261 മരിക്കറ്. ഇമാം മുസ്ലിം റഹ്മഹുല്ലയുടെ ദൈത്തിക്കറ് സ്വഹീഹുൽ മുസ്ലിം ഏതെങ്കിലും ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നത് റബീഉൽ അവ്വൽ 12 കഴിച്ചിക്കറ് എൻ്റെ ജന്മദിന, അത് നിങ്ങൾ ആഘോഷിക്കോറു, സന്തോഷിക്കോറു, റാലി നടത്തോറു ചെന്ന ഒരു ഹദീസ് കാണുക സാധ്യമുണ്ട്. ഇന്ന് സിയാഉ സിത്തര പിന്നൊരു ഇമാമായി തിക്കര് ഇമാം നസായി ഹിജ്റ 214 ജനിക്കറ്, ഹിജ്റ 303 മരിക്കറ്. അതേപോലെ ഇമാം അബൂദാവൂദ് റഹ്മഹുല്ലാ ഹിജ്റ 202 ജനിക്കറ്, ഹിജ്റ 275 മരിക്കറ്. അതേപോലെ ഇമാം തിർമിദി ഹിജ്റ 209 ജനിക്കറ്, ഹിജ്റ 279 മരിക്കറ്. അതേപോലെ ഇബ്നു മാജ ഹിജ്റ 209 ജനിക്കറ്, ഹിജ്റ 273 മരിക്കറ്. അങ്ങനെ ഹദീസിന്റെ ഗ്രന്ഥമായി തിക്കറ് ബുഖാരി, അതേപോലെ അബീ ദാവൂദ്, അതേപോലെ തിർമിദി, അതേപോലെ ഇബ്നു മാജ, അതേപോലെ സ്വഹീഹ് മുസ്ലിം, ഏത് ഹദീസിന്റെ ഗ്രന്ഥം നോക്കിയാണെങ്കിലും ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ആഘോഷിച്ചത് കാണുക സാധ്യമുണ്ട്. ഇതിനെക്കാട്ടി വലിയതായ ജലീൽ എന്തായി ചിക്കറ്. പിന്നെ ചിലര് മീലാദ് നബി ആഘോഷിക്കാത്ത ആൾമാർ സലഫിരങ്ങ അങ്ങ് മുബത്തദിങ്ങായി ചിക്കറാറ്, ബിദ്അത്ത് ആൾമാരായി ചിക്കറാറ്, സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തു പോയങ്ങായി ചിക്കറാറ്. സുന്നത്ത് ജമാഅത്തുക്കും അൻകും യാതൊരു സംബന്ധമില്ല ചെന്ന് എങ്ങനെ എത്തിക്കറ് നിങ്ങൾ അവകാശപ്പെട്ടത്? ഏത് ബേസിൽ എത്തിക്കറ് നിങ്ങൾ ചെല്ലത്? ഒമാ ആതാകും റസൂലു ഫഖുദൂ ഒമാ നഹാകും അൻഹു ഫൻതഹു. അല്ലാഹു സുബ്ഹാനഹു തആല ചെന്നത് വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊന്ന് നിങ്ങൾക്ക് കൊണ്ടുവന്നത് ಅದರ നിങ്ങൾ സ്വീകരിക്കರು. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊന്നിൽ നിന്ന് നിങ്ങളൊട്ടിಗೆ ബുട്ട് നിക്കോಕು ചെന്നത് അതിൽ നിന്ന് നിങ്ങൾ ബുട്ട് നിക്കോರು. അതുകൊണ്ടു ചെല്ലുള്ളത് ഒന്നേത്തിക്കറ്, മീലാദുൻ നബിക്കും ഇസ്ലാമുക്കും യാതൊരു സംബന്ധമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യ പോലെ മനസ്സിലാക്കും. നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ.